Hello guys, welcome to my channel, Mr. Chef. ഒരു നല്ല ഷെഫ് അല്ലാന്നുണ്ടെങ്കിൽ നല്ല കുക്കിന് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കൊരു ഹോൾ ചിക്കൻ എങ്ങനെ ബോൺലെസ് ചിക്കൻ ആക്കി എടുക്കുക എന്നുള്ളത്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വളരെ ഈസി ആയിട്ട് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ബോൺലെസ് ചിക്കൻ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബോൺലെസ് ചിക്കൻ നമ്മൾ എന്തിനും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് പൈസ വേസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ തന്നെ ബോൺലെസ് ചിക്കൻ ഉണ്ടാക്കി നമ്മൾ തന്നെ കറി ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഫീലാണ്. ഇന്ന് നമുക്ക് ഒരു ഹോൾ ചിക്കൻ എങ്ങനെ ബോൺലെസ് ചിക്കൻ ആക്കി മാറ്റാന്നുള്ളത് നമ്മളുടെ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ചെറിയ നൈഫാണ്. നമുക്ക് ചെറിയ നൈഫ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് നമ്മളുടെ ഇതിന്റെ കർവുകളിലൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ സ്കിൻ റിമൂവ് ചെയ്തൊരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പേപ്പർ നാപ്കിൻ കൊണ്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ നൈഫ് അല്ലാതെ കൈ സ്ലിപ്പ് ആവാണ്ടിരിക്കാനും കൈ മുറിയാണ്ടിരിക്കാനൊക്കെയാണ്. അപ്പോൾ സ്ലിപ്പ് ആവാണ്ടിരിക്കാനായിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക. നമ്മുടെ ബോൺലെസ് ചിക്കന് മെയിനായിട്ടും 2 പാർട്ടാണ് വരുന്നത്. 2 ചിക്കൻ ബ്രസ്റ്റ് വരുന്നുണ്ട്, അതുമാതിരി തന്നെ 2 ചിക്കൻ ലെഗ്സ് അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ തൈ. ആദ്യമായിട്ട് തന്നെ നമുക്ക് ചിക്കൻ്റെ ലെഗ് പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ചിക്കൻ തൈസിൻ്റെ അവിടുന്ന് നേരെ കൈ താഴേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ താഴെ ഒരു ജോയിൻറ്റ് ബോൺ ഉണ്ട്. ആ ജോയിൻറ്റ് ബോണിൻ്റെ അവിടെ നമ്മളുടെ തമ്പ് പിടിച്ചിട്ട് നമുക്ക് നേരെ നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മാതിരി നമ്മളുടെ ജോയിൻറ്റ് ബോൺ ഈസി ആയിട്ട് തന്നെ അത് പോപ്പപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടു പോകുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളുടെ ചെറിയ നൈഫ് എടുത്തതിന് ശേഷം മാക്സിമം നമ്മൾ ബാക്ക് ബോണോട് ചേർന്ന് തന്നെ നമ്മളിത് കട്ട് ചെയ്യുക. കാരണം നമുക്ക് ഒരു മീറ്റ് പോലും നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ബോണിലുണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിനുശേഷം നമുക്ക് ഉള്ളിലുള്ള ഒരു പീസ് ഇവിടെ ഇങ്ങൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ വരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ മീറ്റുകളെല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് വിട്ടുപോരുന്നുണ്ട്. മീറ്റുകളൊന്നും ബോണിൽ വെക്കാണ്ട് അതങ്ങനെ തന്നെ നമുക്കൊരു പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെക്കാം. അടുത്തതായിട്ട് അതേമാതിരി തന്നെ സെൻട്രൽ ബോണിൻ്റെ അവിടുന്ന് നമുക്ക് താഴേക്ക് തമ്പ് കൊണ്ടുവന്ന് നമ്മളുടെ ആ സോക്കറ്റിന് അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് നേരത്തെ മാതിരി നമുക്ക് വീണ്ടും അതൊന്ന് പോപ്പ് ചെയ്യാം. ഈ കാണുന്ന ഒരു പീസിന് പറയുന്നത് ഓയിസ്റ്റർ എന്നാണ്, ചിക്കൻ്റെ ഓയിസ്റ്റർ പാർട്ട് എന്നാണ് പറയുന്നത്. ഈ പാർട്ട് നമ്മൾ മാക്സിമം ബോണിൽ നിന്ന് വിടുത്തിന് എടുക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളുടെ നൈഫ് തണ്ടലിനോട് വളരെ ചേർന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ചിക്കൻ തൈസും അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ലെഗ്സും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെക്കാം. ചിക്കൻ വിങ്സും ഇതേമാതിരി തന്നെ ആ ജോയിൻറ്റിൻ്റെ അവിടെ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാം. ആ ബ്രേക്ക് ആയ സ്ഥലത്ത് വെച്ച് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിങ്ങനെ മാറ്റിയെടുക്കാം. ചിക്കൻ്റെ ഏറ്റവും അറ്റത്തെ ആ പീസും കൂടെ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ചിക്കൻ വിങ്സ്. ചിക്കൻ വിങ്സ് എടുത്ത് നമുക്ക് സൈഡിലേക്ക് വെക്കാം. നമ്മളുടെ രണ്ടാമത്തെ ചിക്കൻ വിങ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ടുള്ളത് നമ്മളുടെ ചിക്കൻ ബ്രസ്റ്റ് ആണ്. ബ്രസ്റ്റിന്റെ നടുക്കായിട്ട് തന്നെ ഒരു ബോൺ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമ്മളുടെ ഒരു പോയിന്റ് ഫിംഗർ വെച്ച് താഴേക്ക് ഒന്ന് കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ബോൺ ഫീൽ ചെയ്യാൻ പറ്റും. ആ ബോൺ ഫീൽ ആയി കഴിയുമ്പോൾ ആ ബോണിനോട് ചേർന്ന് തന്നെ നമുക്ക് പതുക്കെ നമ്മുടെ നൈഫ് കൊണ്ട് ഒന്നിങ്ങനെ വരഞ്ഞെടുക്കാം. ബോണിനോട് ചേർന്ന് തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണ് നമുക്ക് മാക്സിമം മീറ്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. പിന്നെ ചിക്കൻ ബ്രസ്റ്റിന്റെ നടുക്ക് തന്നെ വരുന്ന ഒരു ബോണുണ്ട്, ചെറിയൊരു പീസ് ബോണാണ്. അതിന് പറയുന്നത് വിഷ് ബോൺ എന്നാണ്. അത് നടുക്ക് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മാക്സിമം മീറ്റ് താഴേക്ക് കൊണ്ടുവരിക. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മളുടെ ചിക്കൻ വിങ്സിന്റെ ബാക്കി ഒരു ബോൺ വരുന്നുണ്ട്. അതിന്റെ ജോയിന്റ് കറക്റ്റ് ഇത് ഇവിടെയാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് വളരെ മനോഹരമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മളുടെ രണ്ടാമത്തെ ചിക്കൻ ബ്രസ്റ്റും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ ഈസിയാണ്. അത് നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ കണ്ടുകഴിഞ്ഞാൽ അറിയാം നമ്മളുടെ ചിക്കൻ ബ്രസ്റ്റ് നല്ല രീതിയിൽ നമ്മൾ വളരെ മനോഹരമായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. 2 ചിക്കൻ ബ്രസ്റ്റും 2 സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒട്ടും തന്നെ മീറ്റ് മാക്കിയില്ല. അടുത്തായിട്ട് നമുക്ക് ചിക്കൻ തൈസ് എങ്ങനെ ബോൺലെസ് ആക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. കത്തി ഒന്നുകൂടെ ഒന്ന് ഷാർപ്പ് ചെയ്യണം. കാരണം ഈ ഒരു പ്രോസസ്സിന് മാത്രം നല്ല ഷാർപ്പുള്ള നൈഫാണ് നമുക്ക് വേണ്ടത്. നമ്മളുടെ ഈ കാണുന്ന ബോണിൻ്റെ അതിൻ്റെ നടുക്ക് തന്നെ നമുക്കൊന്ന് വരയാം.
വരഞ്ഞിട്ട് നമ്മൾ നേരെ താഴേക്ക് അത് ഫോളോ ചെയ്യാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളുടെ ബോൺ ഓൾറെഡി ഇവിടെ റിവീൽ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ നൈഫ് വീണ്ടും ഈ ബോണിനോട് ചേർന്ന് തന്നെ പതുക്കെ നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. അതേമാതിരി ഈ സൈഡിൽ നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളുടെ ബോൺ പുറത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ കത്തി എടുത്തിട്ട് ഈ ബോണിന്റെ ഉള്ളിക്കോടെ ഇട്ടതിന് ശേഷം നമ്മൾ ബോണിനോട് ചേർന്ന് തന്നെ മുകളിലേക്കൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അറിയാം നമ്മുടെ ബോൺ ഓൾറെഡി റിവീൽ ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ മാക്സിമം നമ്മളുടെ മീറ്റ് കിട്ടാനായിട്ട് നൈഫിന്റെ മടഭാഗം കൊണ്ട് നമുക്ക് പതുക്കെ നമുക്കിങ്ങനെ പ്രസ് ചെയ്യാം. മാക്സിമം മീറ്റ് നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം നമ്മുടെ ബോൺ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ആ ജോയിന്റ് ബോണിന്റെ അവിടെ നമുക്ക് നൈഫ് കൊണ്ട് പതുക്കെ ഒന്ന് വരഞ്ഞതിന് ശേഷം അതേമാതിരി ഇപ്പുറത്ത് ഒന്ന് വരയാം. വീണ്ടും താഴെയുള്ള ബോണും കൂടെ നമുക്ക് നൈഫിന്റെ മറുഭാഗം കൊണ്ട് നമുക്കൊന്ന് സ്ക്രേപ്പ് ചെയ്തതിന് ശേഷം നൈഫ് ഉള്ളിലേക്ക് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ബോൺ അങ്ങനെ തന്നെ വിട്ടുപോരും. ചിക്കൻ്റെ മീറ്റ് ഒട്ടും ഇല്ലാണ്ട് നമ്മൾ ബോൺ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ വലിച്ചതിന് ശേഷം താഴെ കൊണ്ടുവന്ന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം നല്ല അടിപൊളിയായിട്ട് നമ്മളുടെ ചിക്കൻ തൈസ് നമ്മൾ ഡീബോൺ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് വെക്കാം. ഗായ്സ്, നമ്മളുടെ ഈ ഷോർട്ട് വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാതിരി തന്നെ നിങ്ങളുടെ സജഷൻസും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. Until I see you with a different video, bye bye.